ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ പ്രിയങ്ക. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അതിനകത്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ ഉലർത്തിയതാണ്. അന്നേരം നമുക്കതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാൻ ഈ ഒരു അളവിലാണ് ചെറുപയർ എടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര അളവിലെടുക്കാമേ. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. അത് നമുക്കൊരു കുക്കറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഈ പയർ മൂടി കിടക്കുന്നിടം വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളം കൂടിപ്പോകരുത്. ഇത് നികന്നു വരുന്നിടം വരെ വെള്ളം ഒഴിക്കാം. ഇനി മൂടി വെച്ചിട്ടൊന്ന് അടച്ചിട്ട് ഒരു 7 വിസിൽ വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുതിർക്കാത്ത പയറായതുകൊണ്ടാണ് 7 വിസിൽ അടുപ്പിക്കണം എന്ന് പറഞ്ഞത്. കുതിർത്തെടുത്തേക്കുന്ന പയറാണെങ്കിൽ ഒരു വിസിൽ അടുപ്പിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി ഒരു ചീനച്ചട്ടി ഞാൻ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേന് നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം. ഇതാ ഞാനിവിടെ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മളിട്ട് കൊടുത്തിരുന്ന കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇതിനകത്തോട്ട് ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേന് നമുക്കിതിനകത്തോട്ട് ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചതോട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 6-7 ചുവന്നുള്ളി ചെറുതായിട്ടും ചതച്ചെടുത്തേക്കുന്നതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളിയുടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ കളറായി വരും. ആ സമയം വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിട്ട് കൊടുത്തിരുന്ന വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും എല്ലാം കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ലോയിലാക്കണേ, ഇല്ലെങ്കിൽ ഈ പൊടി കരിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറുണ്ടല്ലോ അതോടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പയർ ഉലർത്തിയതിന് ആവശ്യമായിട്ടുള്ള എരിവ് നമ്മൾ മുളകൊന്നും ചേർത്തിട്ടില്ല, കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 1/4 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പുപൊടിയോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പയറെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ആവി എല്ലാം കയറി ഈ മസാല നമ്മൾ ഇട്ട് കൊടുത്ത പൊടിയും അതെല്ലാം ഒന്ന് ഈ പയറിലൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിട്ട് കൊടുത്തിരുന്ന പൊടിയെല്ലാം പയറെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ പയറെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ പയർ ഉലർത്തിയതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കണം. ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പയർ ഉലർത്തിയത് റെഡിയാവും. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഞാനൊരു സെർവിങ് ബൗളിലോട്ടൊന്ന് ആക്കിയിട്ടുണ്ട്. നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.